ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. ഈ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കുക്കറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നമ്മളിത് 4 വിസിലിന് കുക്കറിൽ വേവിച്ചെടുക്കുക. ഇതാ കുക്കറിൽ കഷ്ണങ്ങൾ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂണ് സാമ്പാർ പൊടിയും ഒരു ചെറിയ സ്പൂണിന് വറുത്ത് പൊടിച്ച ജീരകമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ദാ ഇതേപോലെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ ദാ സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ വെണ്ടയ്ക്കയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വെണ്ടയ്ക്കൊക്കെ നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ ആക്കിയതിന് ശേഷം വേണം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ പൊടികളൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സാമ്പാറിലെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വീണ്ടും നമ്മൾ ഗ്യാസിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇനി ഒരു തിള കൂടി വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ തിളയൊക്കെ വന്ന് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.